ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ കടന്നത് വിന്നിപ്പെക്കിലെ ഹെഡിംഗ്ലി എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ജയിലാണ്. സാധാരണ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇന്നലെ രാത്രി ഡിസ്പാച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രെയിലറിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ സീൽ നമ്പറൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. പുള്ളിക്കാരൻ രാവിലെ വന്നിട്ട് അത് ക്ലിയർ ചെയ്ത് വെച്ചായിരുന്നു ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ MT ആണ് ക്രോസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രാവിലെ എണീറ്റു. കറക്റ്റ് ഒരു 10 മണിക്കൂർ 10 മിനിറ്റ് കണ്ട് നമ്മൾ ഓഫ് എടുത്തു. അപ്പോൾ തന്നെ നമ്മൾ നമ്മൾ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇൻസ്പെക്ഷനൊക്കെ ചെയ്തു തീരാനായും നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 5.25 മണിക്കൂറുണ്ട് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഫ്ലൈറ്റ് ജയിലിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ വൈകുന്നേരം അധികം ലേറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ പോയിട്ട് നല്ലൊരു പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ട് കിടക്കാം. അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2000 years later. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ രാവിലെ അവിടെ നിന്ന് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല. നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇത് ഏകദേശം 5.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെൻറ്റ് ക്ലൗഡിൽ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ്റെ ഒരു 10 മിനിറ്റ് ഇപ്പുറത്ത് ഒരു ലൗസ് ഉണ്ട്. ആ പമ്പിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാനിവിടെ വരാൻ നേരത്ത് ഞാനിങ്ങനെ നമ്മുടെ ട്രക്കേഴ്സ് പാത്ത് ആപ്പിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 2:30 ആയപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഈ ലൗസ് ഫുള്ളെന്ന് കാണിച്ച്, പാർക്കിംഗ് എല്ലാം ഫുള്ളാണെന്നാണ് കാണിച്ച്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഒരു 20 കിലോമീറ്റർ മുമ്പേ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്, അവിടെ കയറി കിടക്കണമെന്ന്. പിന്നെ നമുക്ക് ഇത്രയും നേരം ഒന്നും കിടക്കണ്ടല്ലേ, നമുക്ക് വല്ല ചായ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ കുളിക്കണമെങ്കിലോ എല്ലാം നമുക്ക് ലൗസിൽ കിടന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ, സുഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ഇവിടെ വന്ന് നോക്കാം, എവിടെയെങ്കിലും അടുപ്പിച്ചിടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്തായാലും സമയമുണ്ടല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് പുറകോട്ട് പോയി അവിടെ കിടക്കുമോ അല്ലെങ്കിൽ കുറച്ച് മുമ്പോട്ട് ഓടിയിട്ട് എവിടെയെങ്കിലും കിടക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഭയങ്കര ഫുള്ള് പാർക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടുപ്പിച്ചൊക്കെ ഓൾറെഡി വണ്ടി ഇട്ടിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് ആരെങ്കിലും ഇപ്പോൾ എടുത്തുകൊണ്ട് പോയതാണോ അല്ലയോ എന്നറിയത്തില്ല. ഒരു പാർക്കിംഗ് മാത്രം ഈ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് അത് വർക്ക്ഷോപ്പിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ബാക്കിട്ട് അവിടെ കയറ്റി വെച്ചു. ആകെ ഒരൊറ്റ പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അത് ഞാനും കയറ്റി വെച്ചു. അങ്ങനെ നമ്മൾ കർട്ടനൊക്കെ ഇട്ട് സെറ്റാക്കി ട്രക്കെല്ലാം സേഫാക്കി പിന്നെ കർട്ടനൊക്കെ അടച്ച് നമ്മുടെ 24 മണിക്കൂറത്തെ റെസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നാളെ വൈകുന്നേരം 4 മണിക്കാണ് നമ്മുടെ പിക്കപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് 24 മണിക്കൂറുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ല. ഇനിയിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ഓൺലൈനിൽ കുർബാന കാണണം, പിന്നെ ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ സെൻറ്റ് ക്ലൗഡിൻ്റെ അടുത്തൊരു ലൗസിലാണ് വന്ന് നടന്നത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട്. അപ്പം ഇന്നലെ വൈകുന്നേരം ഒരു 3:30 തൊട്ട് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ 3:15. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നു, അവർ ETA ചോദിക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം ഒരു 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നലെ തൊട്ടേ പിന്നെ നമ്മൾ ഫുള്ള് റെസ്റ്റ് മോഡായിരുന്നു. നന്നായിട്ട് കിടന്നുറങ്ങി, 2-3 സിനിമ കണ്ടു, സമയത്ത് ഫുഡ് കഴിച്ചു, പിന്നെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു, കുളിച്ച് ഫ്രഷായി. പിന്നെ നാട്ടിലും വീട്ടിലൊക്കെ ഇങ്ങനെ കുറേ നേരം വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 24 മണിക്കൂർ നമ്മൾ നന്നായി ഉപയോഗിച്ചു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോവാണ്. നമുക്ക് ഓൺ ദ വേ കാണാം. ഹലോ ഗായ്സ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റിൽ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രെയിലർ ക്ലീൻ ആക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ട്രെയിലർ അത്യാവശ്യം തട്ടിമുട്ടി ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഷിപ്പറിൽ പോയി പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിക്കപ്പ് നമ്പറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ അവർ വിളിക്കുവാണ് ചെയ്യുന്നത്, പക്ഷേ ഇപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എന്നോട് ഡോക്ക് നമ്പർ 2 ഇട്ടോളാൻ പറഞ്ഞു. എഴുതി തീരുന്നതിന് മുമ്പേ തന്നെ അയാൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഡോക്കിലിട്ടോളാൻ. അപ്പം അതാണ് ഷിപ്പിംഗ് ഓഫീസ്, അതാണ് ഡോക്ക് നമ്പർ 2. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ബാക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് ആദ്യം അത് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്. അങ്ങനെ നമ്മളെ
ലോഡിംഗ് എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് ഡോക്കിലിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ തീർക്കുകയും ചെയ്തു. നമ്മൾ ടാൻഡൊക്കെ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പേപ്പർ വർക്കൊക്കെ സെറ്റാക്കി കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഏകദേശം 41,400 പൗണ്ട് ഉണ്ട് നമുക്ക് വെയിറ്റ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സ്കെയിൽ ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഒരു 2 മിനിറ്റ് അപ്പുറത്തൊരു ക്യുക്ക് ട്രിപ്പ് വരുന്നുണ്ട്. ചെറിയ ഒരെണ്ണമാണ്, പക്ഷേ അവിടെ ക്യാറ്റ് സ്കെയിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യാം. എന്നിട്ട് വെയിറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചും വിട്ട് പോവാം. ഓൾറെഡി 5:15 അപ്പം എന്തായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും തിരക്ക് കുറയുമായിരിക്കും. മിനിയാപോളിസൊക്കെ എത്തുമ്പോഴത്തേക്കും തിരക്ക് കുറയുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പിക്ക് ചെയ്തിട്ട് ഏകദേശം നമ്മളൊരു 5 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഓടിച്ചു. സ്ട്രെയിറ്റ് ആയിട്ട് ഓടിക്കുക ചെയ്തേ. നമ്മളിടയ്ക്ക് എവിടെയും നിർത്തിയൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നല്ലൊരു മഴയും പെയ്തു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് പിന്നെ എവിടെയും നല്ല വലിയ ട്രാഫിക്കൊന്നും കിട്ടിയില്ല നമുക്ക്. കാരണം നമ്മൾ അവിടെ നിന്ന് വിട്ടപ്പോഴേ ഏകദേശം 5:15 അപ്പം ഇവിടുത്തെ സമയം ഏകദേശം 11 മണിയായി. അപ്പം കാനഡയിലെ സമയം 12 മണിയായി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 3 മണിക്കൂർ 25 മിനിറ്റും കൂടിയാണ് ഉള്ളത്. ചിക്കാഗോ ക്രോസ് ചെയ്തിട്ട് നമ്മളെപ്പോഴും കിടക്കുന്ന ആ ലൗസ് വരെ. അപ്പോൾ അവിടെ പോയി കിടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം പക്ഷേ ഞാൻ ആദ്യം ഒന്ന് വിചാരിച്ച് ബ്രേക്ക് എടുക്കാണ്ട് തന്നെ നമുക്ക് അവിടെ പോയി കിടക്കാമെന്ന്. പക്ഷേ നമ്മൾ അവിടെ എത്തില്ല. ബ്രേക്ക് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 105 ഇവിടുത്തെ ലിമിറ്റൊക്കെ 113 വരുന്നത്. പിന്നെ എന്തായാലും അവിടെ എത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ച ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. റെസ്റ്റ് ഏരിയ നമ്പർ 11-12 അതിൻ്റെ അകത്ത് ഏതോ പറഞ്ഞാൽ. അപ്പോൾ അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റെസ്റ്റ് ഏരിയ ആണ്. അപ്പം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഹൈവേക്കുള്ള റെസ്റ്റ് ഏരിയയിലാണ് ഇപ്പം നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു 22 മിനിറ്റായി. ഇനിയിപ്പോൾ ഒരു 8 മിനിറ്റും കൂടി ഉണ്ട്. ഞാൻ അകത്ത് പോയി വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് വിടണം. ഒരു 3-3.5 മണിക്കൂർ. രാത്രി ഇവിടുത്തെ സമയം ഒരു 2 മണി 2:30 ആകുമ്പോൾ അവിടെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സമയമായതുകൊണ്ട് ചിക്കാഗോയിൽ വലിയ തിരക്കും കാണിയില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് വിടുമ്പോൾ കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കിടക്കുന്ന ഹൗസിലെത്തി. നമ്മൾ ഇപ്പം തന്നെ എണ്ണ അടിച്ചു വെച്ചു. അതാകുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ രാവിലെ എണ്ണ അടിക്കാൻ വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇവിടുത്തെ സമയം ഇപ്പോൾ ഒരു 3:30 കാനഡയിലെ സമയം 4:30. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഇപ്പോൾ ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കാം. അതാണിപ്പോൾ ആദ്യത്തെ പണി വേണ്ടത്. കാരണം രാത്രി ഒരു 1 മണി 2 മണി തൊട്ട് ഇങ്ങനെ ആൾക്കാർ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് സ്പേസ് കിട്ടും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് പാർക്കിങ്ങിൽ പോയി നോക്കാം. ഇവിടെ ഒരു നല്ല പാർക്കിംഗ് കിട്ടി. നമുക്ക് സ്ട്രെയിറ്റ് പാർക്ക് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ നമുക്ക് ഇവിടെ കയറ്റിയിടാം. ഇതാകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പോയിട്ട് നേരെ ബാക്ക് ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ബാക്ക് ഇടാം, എന്നിട്ട് കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലൗസി വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട 20 നമ്പർ പാർക്കിങ് അതെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും ഈ സ്ഥലത്ത് തന്നെ ഒരു പാർക്കിംഗ് കിട്ടലുണ്ട്. 18, 19, 20, 21 ആ കണക്കിൽ ഈ ഏരിയ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടലുണ്ട്.
അപ്പോൾ ഞാൻ വന്നപ്പം കറക്റ്റായിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഈ ട്രക്ക് സ്റ്റോപ്പുകളിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും, നേരത്തെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പം ഒരുവിധ ട്രക്ക് സ്റ്റോപ്പുകളിലെല്ലാം നമുക്ക് ഒരു 1 മണി 2 മണിക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നതിനനുസരിച്ച് സ്പോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കണക്കിലായിരുന്നു ഞാൻ വന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പാർക്കിംഗ് കിട്ടി. ഇനിയും അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈവൻ ഇപ്പോൾ കുറേ പേര് പോകുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടാനും എളുപ്പമാണ്. അങ്ങനെ നമ്മളവിടെ സ്ട്രെയിറ്റ് പാർക്കിംഗ് ചെയ്തു. വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം ഓക്കെ ആയി. കട്ടനൊക്കെ അടച്ചിട്ടു. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ലോഗ് ബുക്കൊക്കെ നമ്മൾ സ്ലീപ്പറിലോട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ കമ്പനിക്ക് ഓൾറെഡി മെസ്സേജ് അയച്ചു, ഇനി ഇടയ്ക്ക് വിളിച്ച് അവർ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി മെസ്സേജ് അയച്ചു. അപ്പോഴാണെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം നമ്മൾ രാവിലെ ഏകദേശം 10 മണിയായപ്പോൾ എണീറ്റായിരുന്നു നമ്മൾ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടുത്തെ സമയം ഏകദേശം 3:30-3:45. അപ്പോൾ പിന്നെ അത്യാവശ്യം കുറേ സമയമായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് വലിയ ഉറക്കമൊന്നും തോന്നിയില്ല. പക്ഷേ ഇവിടെ വന്ന് വണ്ടി നിർത്തി എണ്ണയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേ തന്നെ നല്ല ഉറക്കം തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നാളെ രാവിലെ നാളെ ഉച്ച കഴിഞ്ഞ് നമ്മുടെ ടൈമൊക്കെ റീസെറ്റായി നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണാം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ആ ലൗസിൽ വന്ന് കടന്നു. എന്നിട്ട് ഇന്ന് രാവിലെ ഒരു 1:30-1:45 ടൈം റീസെറ്റായി. നമ്മൾ അതിന് മുമ്പേ പോയി കുളിച്ചെല്ലാം ഫ്രഷായിട്ട് വന്നു. ലൗസിൽ നിന്നൊരു ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളൊരു ETA കൊടുത്തിരിക്കുന്ന 7 മണി തൊട്ട് 8 മണി വരെയാണ്. ഇവിടുന്ന് ഒരു 3.5 മണിക്കൂറാണ് ഉള്ളത്. അപ്പം നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്നലെ രാത്രി വന്നപ്പോൾ ഈ ലൗസൊക്കെ നല്ല ഫുള്ളല്ലായിരുന്നു. ഇപ്പം പകലായപ്പോഴത്തേനും മൊത്തം എല്ലാം കാലിയായി. എല്ലാം ഓൾമോസ്റ്റ് കുറേ സ്പോട്ട് കാലിയുണ്ട്. പിന്നെ ഈ കാണുന്ന ട്രെയിലറാണ് നമ്മുടെ ഈ സ്പെഷ്യലായിട്ടുള്ള ഈ നല്ല ഹെവി ഓവർ സൈസ് ലോഡുകളൊക്കെ കൊണ്ടാവുന്നത്. ഈ പ്രത്യേകിച്ചുള്ള ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ ട്രാക്ടർ, വലിയ മറ്റേ ഈ ഫാമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈറ്റ് വരുന്ന വണ്ടികളൊക്കെ ഇതേപോലെയുള്ള ലോ ആയിട്ടുള്ള ട്രെയിലറിലാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിലറാണിത്. അപ്പം അങ്ങനെ എന്നാൽ പിന്നെ നമുക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളെപ്പോഴും നിർത്തുന്ന റെസ്റ്റ് ഏരിയ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകണം, ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ വണ്ടിയൊക്കെ ഒന്ന് മൊത്തത്തിൽ ഇൻസ്പെക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ലോഡ് ഇന്നലെ തന്നെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ നമുക്കത് എൻട്രി നമ്പർ പെട്ടെന്ന് എഴുതണം. നമ്മുടെ ACI മാനിഫെസ്റ്റിലോട്ട് നമുക്ക് എഴുതണം. എന്നിട്ട് നമുക്കിവിടെ നിന്ന് വിടാം. ഇനിയിപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. 2000 years later. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മുടെ കമ്പനിയിലെത്തി. ഒരു 7 മണി 7:15 ആയപ്പോഴത്തെ എത്തിയായിരുന്നു. നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു, പേപ്പർ വർക്ക് എല്ലാം കൊടുത്തു, പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പ് ഷീറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു.
അപ്പോൾ നമ്മൾ അടുത്ത അവൈലബിലിറ്റി ഇനി ഫ്രൈഡേയിലോട്ട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഫ്രൈഡേ കാണിയല്ല, കാരണം ലോങ് ട്രിപ്പ് ഒന്ന് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. പിന്നെ മിക്കവാറും ഇനിയിപ്പോൾ സൺഡേ ആയിരിക്കും. അപ്പം അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു. ഇത് നമ്മുടെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്കിനി പുതിയൊരു ട്രിപ്പുമായിട്ട് അടുത്ത വീക്കിൽ കാണാം. അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വല്ല നല്ല കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടുക. അപ്പം അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.